നമസ്കാരം. ലോകാവസാനത്തെക്കുറിച്ച്, വലിയ പ്രളയത്തെക്കുറിച്ചുള്ള കഥകളും കെട്ടുകഥകളുമൊക്കെ നമ്മൾ കുറേ കാലങ്ങളായി കേൾക്കുന്നുണ്ട്. ലോകം അവസാനിക്കും എന്ന് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. അതിലൊന്നും വലിയ ശാസ്ത്രീയത നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ ഭൂമിയിലും അതുപോലെ തന്നെ ബഹിരാകാശത്തുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പുതിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും സമുദ്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ പഠനങ്ങൾ നടക്കുകയാണ്. അപ്പം അതിൽ എന്തെങ്കിലും അപകടകരമായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മനുഷ്യരാശിയെ ബാധിക്കുന്ന എന്ത് പ്രക്രിയയാണ് ഈ സമുദ്രത്തിലും അതുപോലെ അന്തരീക്ഷത്തിലും നമ്മുടെ ഭൂമിയിലുമൊക്കെ ഇനി വരും കാലങ്ങളിൽ നടക്കാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്ര ഗവേഷകരൊക്കെ തന്നെ ജാഗരൂകരായി വളരെ കാര്യമായി ചിന്തിക്കുന്നു. അതേക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്ന അവസ്ഥ, അതൊക്കെ തന്നെ വലിയ തോതിൽ നമ്മുടെ ഭൂമിയെ ബാധിക്കും. കുറേ കഴിയുമ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളും സമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോകും. അതുപോലെ സമുദ്രത്തിലേക്ക് ക്രമാതീതമായിട്ട് കടന്നു വരുന്നത് മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളൊക്കെ തന്നെ സമുദ്രത്തെ ഇല്ലാതെയാക്കും, ഭൂമിയെയും ഒപ്പം ഇല്ലാതെയാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൂംസ്ഡേ ഗ്ലേഷ്യർ ഒരു വലിയ മഞ്ഞുപാളിയാണ്, അല്ലെങ്കിൽ ഒരു മഞ്ഞുമലയാണ്. അന്ത്യദിന ഹിമാനി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഈ ഡൂംസ്ഡേ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നു. അന്റാർട്ടിക്കയിലെ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ എന്ന് പറയുന്ന മഞ്ഞുമല അറിയപ്പെടുന്നത് ഈ ഡൂംഡേ ഗ്ലേഷ്യർ എന്നാണ്. നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അവസാനം ഇതിലൂടെ ആണ് എന്ന അത് കാൽപ്പനികതയല്ല, അത് ശാസ്ത്രീയമായി അങ്ങനെ പറയുന്നു. അതെന്നുണ്ടാകും, എപ്പോൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഇനിയും അറിയേണ്ടതുണ്ട്. അതായത് ഭാവിയിലെ സമുദ്രമേഖലയെ വമ്പൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന ഒരു വമ്പൻ ജലബോംബാണ് ഈ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. സർവനാശമായിരിക്കും ഇതുമൂലമുണ്ടാകുന്നത് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു ട്വൈറ്റ്സ് ഗ്ലേഷ്യറിലേക്ക് ഒരു റോബോട്ടിക് പരീക്ഷണ വാഹനം ഇറക്കി ചില ശാസ്ത്രീയ ഗവേഷകർ പരിശോധന നടത്തി. ഹിമാനിക്ക് ശോഷണമുണ്ട്, അതായത് ഇത് ഉരുകുകയാണ്, ഈ വലിയ മഞ്ഞുമല ഉരുകുകയാണ് എന്ന ഒരു വസ്തുതയാണ് പഠനത്തിൽ കണ്ടത്. ഈ ട്വൈറ്റ്സിൻ്റെ ഈ ഉരുകലിനെ അല്ലെങ്കിൽ ഈ ട്വൈറ്റ്സിൻ്റെ അവസ്ഥയെ തടഞ്ഞു നിർത്തുന്ന ഒരു വൻ ഐസ് ഷെൽഫ് അഥവാ ഹിമപാളി ഏതാണ്ട് 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തകരുമെന്നും ഇത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നും 2 വർഷം മുമ്പാണ് ചില ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടത്. ഈ ട്വൈറ്റ്സ് ഹിമപ്പരപ്പിൽ പഠനങ്ങൾ നടത്തുന്ന അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ശാസ്ത്ര സംഘമാണ് അന്ന് ഈ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഓരോ വർഷവും ഏതാണ്ട് 5000 കോടി ടൺ ഹിമം സമുദ്രത്തിലേക്ക് ഈ ഹിമപ്പരപ്പിൽ നിന്ന് വീഴുന്നുണ്ട്. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. എന്നാൽ നിലവിൽ അത് കടൽനിരപ്പിന് കാര്യമായ വർധനയ്ക്ക് കാരണമാകുന്നില്ല. എങ്കിലും നിലവിൽ ലോകത്തെ സമുദ്രജലപ്പ് ഉയരുന്നതിൽ 4% സംഭാവന നൽകുന്നത് ഈ ട്വൈറ്റ്സ് ഗ്ലേഷ്യറിൽ നിന്ന്, ഡൂംഡേ ഗ്ലേഷ്യറിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഹിമകണങ്ങളാണ്. ടൺ കണക്കിന് ഹിമകണങ്ങളാണ്. ഹിമപ്പരപ്പിലെ ഹിമസമ്പത്ത് ഈ ഒരു ട്വൈറ്റ്സ് ഗ്ലേഷ്യറിന് വളരെ കൂടുതലാണ്. ഇതെല്ലാം ഉരുകിയാൽ കടൽനിരപ്പിൽ വലിയ ഉയർച്ചയ്ക്കത് കാരണമാവുകയും ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളവയിലൊന്നും അപകടകാരിയുമായ ഹിമാനികളിൽ ഒന്നായിട്ടാണ് ഈ ട്വൈറ്റ്സ് എന്ന ഗ്ലേഷ്യർ അല്ലെങ്കിൽ മഞ്ഞുമല കണക്കാക്കപ്പെടുന്നത്. അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അമുണ്ട്സെൻ കടലിൻ്റെ ഭാഗമായ പൈൻ ബേ ഉൾക്കടലിൻ്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്വൈറ്റ്സ് ഗ്ലേഷ്യർ തകർന്നാൽ അന്റാർട്ടിക്കയിലെ മറ്റ് ഹിമപ്പരപ്പുകളുടെ തകർച്ചയിലേക്ക് അത് വഴിവെക്കും. ഇത് തുറമുഖങ്ങളുടെയും തീരദേശ നഗരങ്ങളുടെയും ഒക്കെ അവസാനത്തിന് കാരണമാകും. ഇതൊക്കെ വളരെ ദോഷകരമായി നമ്മുടെ ഭൂമിയെ ബാധിക്കും. ഈ ഒരു ഗ്ലേഷ്യറിന് ഈ നൂറ്റാണ്ടിൽ കാര്യമായ കേടുണ്ടാകില്ല എന്ന് നേരത്തെ ശാസ്ത്ര സമൂഹം വിശ്വസിച്ചിരുന്നു. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഇൻ്റർനാഷണൽ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ കൊളാബറേഷൻ ലീഡ് കോർഡിനേറ്ററുമായ പ്രൊഫസർ ടെഡ് സ്കാമ്പസ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടൻ്റെ ആകെ വിസ്തീർണമുള്ളതാണ് ഈ ഒരു മഞ്ഞുമല. 3 ദശകങ്ങൾക്കിടയിൽ ഇതിൽ നിന്നുള്ള ഹിമത്തിൻ്റെ ഒഴുക്കിൻ്റെ തോത് ഇരട്ടിയിലേറെയായി. ഹിമപ്പരപ്പിനെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തുന്ന ഹിമപാളികൾക്ക് അടിയിലേക്ക് ചൂടുള്ള സമുദ്രജലം കയറുന്നതിനെ തുടർന്നാണ് ഈ ഒരു മഞ്ഞുമല ഉരുകുന്നത്. അതാണ് ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. കൂടുതൽ അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് തടയണ പോലെ പ്രവർത്തിക്കുന്ന ഈ ഹിമപാളിയെ ദുർബലമാക്കും. കൂടാതെ ഈ തടയണ ഹിമപാളിയുടെ കിഴക്കൻ ഭാഗം പൊട്ടിപ്പോകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഹിമപാളിയിൽ പലയിടങ്ങളിലായി പൊട്ടലുകളും തകരാറുകളുമൊക്കെയുണ്ട്. ഇതെല്ലാം അടുത്ത ഒരു ദശകത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ ട്വൈറ്റ്സ് ഗ്ലേഷ്യറിനെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ്. നിലവിൽ ഇത് വലിയ പ്രതിസന്ധിയില്ല എന്ന് പറയപ്പെടുമ്പോഴും ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനകളാകാം ഇതൊക്കെയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റ് ഡേറ്റയുമൊക്കെ ഉപയോഗിച്ച് ട്വൈറ്റ്സിനെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര ലോകം. അതുപോലെ എത്തിപ്പെടാനേറെ പാടുള്ള ഹിമപ്പരപ്പാണ് ഈ മേഖല. കുറച്ച് ശാസ്ത്രജ്ഞർ മാത്രമാണ് ഇവിടെ നേരിട്ട് പോയിട്ടുള്ളത്.
അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ബേസുകളിൽ നിന്ന് അകലെ മാറി സ്ഥിതി ചെയ്യുന്നതിനാലും ഈ ഹിമാനിയുടെ നിരീക്ഷണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റോബോട്ടിക് സർവേയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ ത്വൈറ്റ്സ് ഹിമപാളിയുമായി അല്ലെങ്കിൽ മഞ്ഞുമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും വലിയൊരു ജലബോംബ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. എല്ലാവരും കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പൊന്നുമില്ല. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.